discuss about change of variables in double integrals. അപ്പോൾ പുതിയൊരു ടോപ്പിക്കാണ് ചേഞ്ച് ഓഫ് വേരിയബിൾസ്. ഡബിൾ ഇൻ്റഗ്രലിലെ ചേഞ്ച് ഓഫ് വേരിയബിൾസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഇമേജ്, പ്രീ ഇമേജ്, അതുപോലെ ജക്കോബിയൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഇതിൽ ചേഞ്ച് ഓഫ് വേരിയബിളിൽ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. First, suppose that a region is in UV plane is transformed 1:1 into the region R in the XY plane by equations of the form x equal to f of UV, y equal to g of UV. Then we call R the image of the region S under the transformation and S the pre-image of R. അപ്പോൾ നമ്മൾ യു വി പ്ലെയിനിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. യു വി പ്ലെയിനിലുള്ള എസ് എന്ന് പറഞ്ഞ ഒരു റീജിയൻ, അത് യു വി പ്ലെയിനിലാണുള്ളത്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലുള്ള ആർ എന്ന് പറഞ്ഞ റീജിയനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് യുവിൻ്റെയും വിൻ്റെ ഫംഗ്ഷനാണ്, അതുപോലെ വൈ എന്ന് പറയുന്നതും യുവിൻ്റെയും വിൻ്റെ ഫംഗ്ഷനാണ്. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് യു വിയും y ഈക്വൽ ടു ജി ഓഫ് യു വിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആറിനെ നമ്മൾ പറയും എസ് എന്ന് പറഞ്ഞ റീജിയന്റെ ഇമേജ് ആണെന്ന് പറയും. ആർ ദ ഇമേജ് ഓഫ് ദ റീജിയൻ എസ് എന്ന് പറയും. ആർ എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞ റീജിയന്റെ ഇമേജ് ആണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് ആറിന്റെ പ്രീ ഇമേജ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ നൊട്ടേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. നമ്മൾ ഇങ്ങനെ ഇനി പ്രീ ഇമേജ് അങ്ങനെയൊക്കെ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാനായിട്ടും പോവാണ്. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ, let f of x by xy be a function defined on region R. Be a function defined on the region R. R ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. അപ്പൊ നമുക്ക് എഫിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് യു വി ആണ്, അതുപോലെ വൈ എന്ന് പറയുന്നത് ജി ഓഫ് യു വി ആണ്. അപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു f of uv, g of uv is a function defined on S. f of xy എന്ന് പറയുന്നത് ആറിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ then f of uv, g of uv is a function defined on S. ഇത് എസ്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ഡബിൾ ഇന്റഗ്രൽ നമ്മൾ ഇനി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദ ഡബിൾ ഇന്റഗ്രൽ ഓഫ് f of xy over R related to the double integral of f of uv, g of uv over S is given by, ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാം. ഇതാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാണ്. ഇഫ് എഫ്, ജി ആൻഡ് ക്യാപിറ്റൽ എഫ് have continuous partial derivatives. അതിന് കണ്ടിന്യൂസ് എഫും ജിയും അതുപോലെ ക്യാപിറ്റൽ എഫിനും കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ആൻഡ് ജെ ഓഫ് യു വി ഈസ് 0 only at isolated points if at all, then double integral over R f of xy dA equal to double integral over S f of uv, g of uv into mod j of uv into dA dash. അപ്പോൾ ഇതാണ് ഡബിൾ ഇന്റഗ്രൽ. ഈ ഡബിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് അറിയില്ലാത്ത കുറച്ച് ടേംസ് ഉണ്ട്, അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ എഫും ജിയും എഫും അതിന് മൂന്നിനും കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ജെ ഓഫ് യു വി എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഐസൊലേറ്റഡ് പോയിന്റുകളിൽ അത് 0 ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഇത് നമ്മൾ കണ്ടിരുന്നു. ചേഞ്ച് ഓഫ് വേരിയബിൾസിൽ ജെ ഓഫ് യു വി എന്ന് പറയുന്നത് എന്താ?
ജെ ഓഫ് യു വി എന്ന് പറയുന്നത് ജക്കോബിയൻ എന്നാണ് നമ്മൾ പറയാ. അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. ജക്കോബി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിലുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ജെ ഓഫ് യു വി എന്ന് പറയുന്നത് ജക്കോബിയൻ ആണ്. അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ താഴെ പറയാം. അതുപോലെ ഡി എ ഡാഷ് റെപ്രസെന്റ് എയ്തർ ഡി യു ഡി വി അല്ലെങ്കിൽ ഡി വി ഡി യു. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഡി എ ഡാഷ് എന്ന് പറയുന്നത്. ആൻഡ് the factor j of uv known as the Jacobian of the coordinate transformation and is defined by j of uv equal to dou of xy divided by dou of uv. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇക്വേഷൻ ഇതാണ്: dou x by dou u, dou x by dou v, dou y by dou u, dou y by dou v. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് ജക്കോബിയൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ dou x by dou u ഇൻറ്റു dou y by dou v മൈനസ് dou y by dou u ഇൻറ്റു dou x by dou v. ഇതാണ് ജക്കോബിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഡബിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഓവർ ആർ ഈസ് റിലേറ്റഡ് ടു ദ ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് യു വി കൊമ ജി ഓഫ് യു വി ഓവർ എസ്. അതാണ് തന്നേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ജക്കോബിയനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ആദ്യം ഇവാലുവേറ്റ് ചെയ്യാതെ അതിനുശേഷം നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചേഞ്ച് ഓഫ് വേരിയബിൾസിൻ്റെ കുറച്ച് ട്രാൻസ്ഫർമേഷൻ, അതുപോലെ മാപ്പിംഗ്, അതുപോലെ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ, അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പം ഇത് ചേഞ്ച് ഓഫ് വേരിയബിൾ ഇക്വേഷൻസ്. ഇതാണ് ചേഞ്ച് ഓഫ് വേരിയബിൾ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് യു വി, വൈ ഈക്വൽ ടു ജി ഓഫ് യു വി. അതെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ മാപ്പിങ്ങിനെ ഡിഫൈൻ ചെയ്യും. ആ മാപ്പിംഗ് നമ്മൾ ടി എന്ന് പറഞ്ഞിട്ടാണ്, ട്രാൻസ്ഫർമേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ടി ആണ്. അപ്പോൾ ടി എന്ന് പറഞ്ഞാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. The change of variable equations x equal to f of uv, y equal to g of uv define a transformation or mapping t from uv plane to the xy plane. അപ്പോൾ uv പ്ലെയിനിൽ നിന്ന് xy പ്ലെയിനിലേക്കുള്ളൊരു മാപ്പിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ആണ് ഇത്, ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇനി ഒരു ട്രാൻസ്ഫർമേഷൻ എപ്പോഴാണ് 1-to-1 ആവുക എന്ന് നോക്കാം. ഒരു ട്രാൻസ്ഫർമേഷൻ എപ്പോഴാണ് 1-to-1 ആവുക? എ ട്രാൻസ്ഫർമേഷൻ ടി ഈസ് സെഡ് ടു ബി 1-to-1 ഇഫ് ഈച്ച് പോയിന്റ് x0, y0 in R is the image under T of a unique point u0, v0 in S. അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ 1-to-1 ആവണമെങ്കിൽ ഓരോ പോയിന്റ്, ഈ ആറിലുള്ള ഏതൊരു പോയിന്റ് x0, y0 എടുത്തു കഴിഞ്ഞാലും അത് എസ്സിലുള്ള യുണീക്ക് പോയിന്റ് u0, v0ന്റെ ഇമേജ് ആയിരിക്കണം. എസ്സിലുള്ള ഏതൊരു u0, v0 എന്ന് പറഞ്ഞ പോയിന്റിന്റെ യുണീക്ക് പോയിന്റിന്റെ ഇമേജ് ആയിരിക്കണം ആറിലുള്ള x0, y0 എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ x0, y0നും ഓരോ u0, v0 ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1-to-1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ u0, v0 എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. അപ്പോൾ ഒരു 1-to-1 ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷനും ഉണ്ടാവും. ഒരു ട്രാൻസ്ഫർമേഷൻ 1-to-1 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ എ 1-to-1 ട്രാൻസ്ഫർമേഷൻ ടി ഹാസ് ആൻ inverse transformation T inverse such that u0, v0 is the image under T inverse of x0, y0. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്താ പറയാം, u0, v0 എന്ന് പറയുന്നത് x0, y0ന്റെ T ഇൻവേഴ്സ് ഇമേജ് ആയിരിക്കണം. ഇമേജ് അണ്ടർ ടി ഇൻവേഴ്സ് ആയിരിക്കണം അല്ലേ. ഇവിടെ നമുക്ക് x0, y0, u0, v0ന്റെ ഇമേജ് അണ്ടർ ടി ആണ്. ഇവിടെ u0, v0 എന്ന് പറയുന്നത് x0, y0ന്റെ ഇമേജ് അണ്ടർ ടി ഇൻവേഴ്സ് ആണ്.
അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ. ടി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ ഈസ് ഡിഫൈൻഡ് ബൈ എ പെയർ ഓഫ് ഇക്വേഷൻസ് u ഈക്വൽ ടു h ഓഫ് എക്സ് വൈ, v ഈക്വൽ ടു k ഓഫ് എക്സ് വൈ. യുവിനെ എക്സിൻ്റെ വൈൻ്റെ ടൈമിൽ, അതുപോലെ വിനെയും എക്സിൻ്റെ വൈൻ്റെ ടൈമിൽ എഴുതാം. അപ്പോൾ നമ്മൾ ടി എന്ന് പറഞ്ഞ മാപ്പിങ്ങിന് നമ്മൾ ജക്കോബിയൻ ഡിഫൈൻ ചെയ്തു. അതുപോലെ ടി ഇൻവേഴ്സിനും ജക്കോബിയൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ടി ഇൻവേഴ്സിന് നമ്മൾ എങ്ങനെ ജക്കോബിയൻ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. Jacobian of the inverse transformation T inverse is, നമ്മൾ അതിനെ എങ്ങനെ എഴുതും? ഡോ ഓഫ് മറ്റേത് എക്സ് വൈ ഡിവൈഡ് ബൈ യു വി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഡോ ഓഫ് യു വി ഡിവൈഡഡ് ബൈ ഡോ ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കാണുമ്പോൾ ആദ്യം യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യുക. അതുപോലെ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഇങ്ങനെയാണ്, നേരെ തിരിച്ചാണ് വരിക. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് കിട്ടും. ഇതാണ് ജക്കോബിയൻ, ടി ഇൻവേഴ്സിന്റെ ജക്കോബിയൻ. ദ ജക്കോബിയൻ ഓഫ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടി ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ബൈ, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇനി ജക്കോബിയൻ, ടി ഇൻവേഴ്സിന്റെയും ടിന്റെയും ജക്കോബിയൻ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആൻഡ് ഈസ് റിലേറ്റഡ് ടു ദ ജക്കോബിയൻ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ടി. രണ്ടിന്റെയും ട്രാൻസ്ഫോർമേഷനായിട്ടുള്ള റിലേഷനാണ് ജക്കോബിയൻ ആയിട്ടുള്ള റിലേഷൻ, അല്ലേ? The relation between the Jacobian of the transformation T and the Jacobian of the transformation T inverse is given by dou of xy by dou of uv. ഇത് പറഞ്ഞാൽ T ന്റെ ജക്കോബിയൻ ആണ്. dou of uv divided by dou of xy. ഇത് T ഇൻവേഴ്സിന്റെ ജക്കോബിയൻ ആണ്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. Jacobian of T into Jacobian of T inverse equal to 1. നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ റീജിയൻ എസ് in the first quadrant bounded by the line v equal to 0, the circle u square plus v square equal to 4 and the curve u square minus v square equal to 1. Under the transformation x equal to u square plus v square, y equal to u square minus v square equal to 4. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഇതാണ് ട്രാൻസ്ഫർമേഷൻ. നമ്മുടെ റീജിയൻ തന്നിട്ടുള്ളത് എസ് എന്ന് പറഞ്ഞ റീജിയൻ തന്നിട്ടുള്ളത്. അതിന്റെ ബൗണ്ടറീസ് ഇതൊക്കെയാണ്. v equal to 0 and the circle u square plus v square equal to 4 and the curve u square minus v square equal to 1. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കർവ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ കർവും യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കർവും വരയ്ക്കാം. യു വി ആണ് ഇവിടെ വേരിയബിള്. ഇവിടെ യു, ഇവിടെ വി. ഇപ്പൊ എക്സ് സ്ക്വയർ എക്സ് വൈക്ക് പകരം ഇവിടെ യു വി ആണ്. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് 2 റേഡിയസ് ഉള്ള സർക്കിളാണ്, സെന്റർ ഒറിജിൻ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ 2 1 2 ഏകദേശം ആ സർക്കിളിന്റെ പോർഷൻ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം വരയ്ക്കുകയാണ്. സർക്കിളിന്റെ പോർഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കർവ് വരച്ചു. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ കർവ് വരച്ചു. ഇതാണ് കർവ്. ഏതാ? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 4. അടുത്ത യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് വരയ്ക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളത് മാത്രം മതി. ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് ഇട്ട് കൊടുത്ത് വെക്കാം.
u1ഉം v0യും കൊടുത്താൽ ഇത് കിട്ടും അല്ലേ. u1ഉം v0യും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കൊടുക്കാം. u2 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? 2 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോലെ 2 സ്ക്വയർ 4 മൈനസ് 3 വേണം. 4 മൈനസ് √3 ആണ് 1 കിട്ടുക അല്ലേ. √3 സ്ക്വയർ അല്ലേ. 4 മൈനസ് √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഇവിടെ √3 വരണം. √3 എന്ന് പറയുമ്പോൾ ഇതിനിടയിലൊക്കെ വരും ഏകദേശം അല്ലേ. 2ലാണ് √3. അപ്പം അങ്ങനെ കുറച്ച് പോയിന്റ്സ്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് 1.5 എന്ന് പറയുമ്പോൾ 3/2 നോക്കാം. u 3/2 ആവുമ്പോൾ 3/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 മൈനസ് എത്ര കൊടുക്കണം നമുക്ക് 1 കിട്ടണമെങ്കിൽ? 9/4 മൈനസ് 1 ചെയ്ത് നോക്കുക. അപ്പം എന്ത് കിട്ടും? 9 മൈനസ് 4 5/4 കിട്ടും അല്ലേ. 5/4. അപ്പോൾ നമുക്ക് v എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് കിട്ടണം. അപ്പോൾ √5/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3/2 വാല്യൂ കിട്ടും. √5/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ താഴെ ഭാഗത്തായിട്ട് വരും അല്ലേ. അപ്പം ഏകദേശം ഇങ്ങനെ ഒരു കർവാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു കർവാണ് വരുന്നത്. ഒരു എലിപ്സിന്റെ ഒക്കെ ഒരു പോർഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു കർവ്. അടുത്തത് ഏതാ? v = 0 എന്ന് പറയുന്ന കർവ്. ഇതെടുത്ത ഒരു കർവ് ഏതാണ്? u² മൈനസ് v² = 1 എന്ന് പറയും. അടുത്ത v = 0 എന്ന് പറയുന്നത് ഈ ലൈനാണ് അല്ലേ. ഈ ലൈനാണ് v = 0 എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. റീജിയന്റെ ബൗണ്ടറീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ബൗണ്ടറിയുടെ കർവ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ S എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ ബൗണ്ടറിനെ ഞാൻ പേര് കൊടുക്കുകയാണ്. ഇത് S1 S2 S3. ഓരോ ബൗണ്ടറീസിനും ഓരോ പേരും ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസ് കണ്ടുപിടിക്കാം. ഇതിന്റെ ഓരോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ മാർക്ക് ചെയ്യാം. അപ്പോൾ in UV plane sketch the curves u² plus v² = 4 and u² minus v² = 1. രണ്ട് സ്കെച്ച് ചെയ്യാം. The point of intersection of v = 0 and u² minus v² = 1. ഇതിന്റെ രണ്ടിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഏതാണ്? v = 0യും ഈ പോയിന്റ് ഏതാണ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? v = 0 എന്ന് പറയുന്നത് u² മൈനസ് v² = 1 ഇട്ട് കൊടുക്കുക. v0 കൊടുത്തു കഴിഞ്ഞാൽ u² = 1 എന്ന് കിട്ടും അല്ലേ. u² = 1 കിട്ടും. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് 1 ഇല്ല, u എന്ന് പറയുന്നത് പോസിറ്റീവേ വരുന്നുള്ളൂ. അപ്പൊ u = 1. u1ഉം v0യും. അപ്പൊ ഇതേത് പോയിന്റ്? 1 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി അടുത്തത് the point of intersection of v = 0 and u² plus v² = 4. u² plus v² = 4 എന്ന് പറയുന്നത് എത്രയാ? വിക്ക് 0 കൊടുത്തു. അപ്പൊ നമുക്ക് u² = 4 എന്ന് കിട്ടി. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് u എന്ന് പറയുന്നത് ഇവിടെ +or-2 വരാം. പക്ഷെ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മതി. അതുകൊണ്ട് നമുക്ക് +2 ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഇവിടെ പോസിറ്റീവ് സൈഡിലേക്കേ ഉള്ളൂ. അപ്പൊ u = 2 കിട്ടി. 2 0 എന്ന് പറയുന്നതാണ് ഇവിടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അടുത്തത് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഈ രണ്ട് കർവിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് u² plus v² = 4 and u² minus v² = 1. അത് കണ്ടുപിടിക്കാൻ ആദ്യം രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2u² = 5 കിട്ടും. അപ്പൊ u² എന്ന് പറയുന്നത് 5/2, u = √5/2.
ഇപ്പോൾ യുവിന് √5/2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും നോക്കാം. ഇപ്പോൾ വി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഒരെണ്ണത്തിൽ യുവിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ v² = 4 - u². യു എന്ന് പറയുന്നത് √5/2 ആണ്. u² എന്ന് പറയുമ്പോൾ 5/2 വരും. അപ്പോൾ 4 × 2 8 - 5 3/2. v² 3/2 ആണെങ്കിൽ v എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ യും വി ഇത് വന്നു. അപ്പോൾ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ കർവ് u² + v² = 4 ആൻഡ് u² - v² = 1 ഈസ് √5/2, √3/2. ഇതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് √5/2, √3/2. റൂട്ട് ഫുള്ള് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാം. ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ഓരോ കേർവിൽ ഓരോ ബൗണ്ടറീസിലുള്ള ഇമേജ് കണ്ടുപിടിക്കുക. അത് ഇമേജ് ഓഫ് S1 കണ്ടുപിടിക്കുക. ഇമേജ് ഓഫ് S1 ഇമേജ് കണ്ടുപിടിക്കുക. അപ്പോൾ S1 നമുക്ക് എന്താ പ്രത്യേകത? ഓൺ ദിസ് ബൗണ്ടറി v = 0 ആണ്. v എന്ന് പറയുന്നത് 0 ആണ് S1. പിന്നെ അപ്പോൾ v 0 ആയതുകൊണ്ട് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷനിൽ എക്സും വൈയും കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ x = u² + v² എന്നാണ്. അപ്പോൾ ഇവിടെ v0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? u² എന്ന് കിട്ടും. x = u² എന്ന് കിട്ടും. അതുപോലെ y = u² - v² എന്നാണ്. v0 കൊടുത്തു കഴിഞ്ഞാൽ അതും u² എന്ന് കിട്ടും. അപ്പോൾ എക്സും വൈയും സെയിം ആണ്, u² തന്നെയാണ്. നമുക്ക് അതിൽ നിന്ന് എക്സിന്റെ വൈൻ്റെ ടേമിൽ മാത്രമായിട്ട് ഇക്വേഷൻ കിട്ടണം. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ x = y എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ കിട്ടിയത്. ഇനി നമ്മൾ ഇവിടുത്തെ യു വേരി ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ നമ്മുടെ ആ പോയിന്റ് 10 നിന്ന് 20 വേരി ചെയ്യുന്നത്. ആ ബൗണ്ടറി വേരി ചെയ്യുന്നത് ഇവിടെ 10 തൊട്ട് 20 വരെ വേരി ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കണ്ടുപിടിക്കാം അല്ലേ. Now imagine moving along the boundary from 10 to 20. That is u എന്ന് പറയുന്നത് ഇവിടെ വരെ മൂവ് ചെയ്യുന്നത് 1 തൊട്ട് 2 വരെ മൂവ് ചെയ്യുന്നു. v കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ the equation x = u² and y = u². Then indicate the x changes from 1 to 4 and y ranges from 1 to 4. x 1 തൊട്ട് u 1 തൊട്ട് 2 വരെ വേരി ചെയ്യുന്നെങ്കിൽ u² എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യും? 1 തൊട്ട് 4 വരെ വേരി ചെയ്യും. അതുപോലെ അപ്പോൾ എക്സും വൈയും 1 തൊട്ട് 4 വരെ വേരി ചെയ്യും. ഹെൻസ് അല്ലേ, എക്സ് റേഞ്ചസ് ഫ്രം 1 to 4 and y ranges from 1 to 4. Hence in the xy plane the image of S1 is the line segment y = x from പോയിന്റ് ഏതായിരിക്കും? എക്സും വൈയും സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എൻഡ് ചെയ്യുന്നത് 4 അപ്പോൾ y = x എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ആണ് S1 ഇമേജ് ഫ്രം 1 തൊട്ട് 4 വരെയുള്ള പോയിന്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് S1 ഇമേജ് ഇത് ബോക്സ് ചെയ്യുക. ഇനി അടുത്തത് S2 ഇമേജ്. ഇമേജ് ഓഫ് S2. ഇമേജ് ഓഫ് S2 എന്ന് പറയുന്നത് S2 എന്ന് പറയുന്നത് ഓൺ ദിസ് ബൗണ്ടറി S2 എന്ന് പറയുന്നത് u² + v² = 4 ആണ്. നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. x = u² + v² ആണ്. ട്രാൻസ്ഫോർമേഷനിലാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ x = 4 എന്ന് കിട്ടും. x = 4 കിട്ടി. ഇനി y കണ്ടുപിടിക്കാം. അപ്പോൾ x 4 ആണ്. അപ്പോൾ നമ്മൾ ബൗണ്ടറി 20 തൊട്ട് എവിടെ തൊട്ട് എവിടെ വരെ മൂവ് ചെയ്യുന്നത്? 20 തൊട്ട് √5/2
ടു √3/2 ആണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 2 0 തൊട്ട് √5/2, √3/2 വരെ ഇത് മൂവ് ചെയ്യാണ്. അടുത്ത വൈൻ്റെ ഇക്വേഷൻ എന്താണ്? u² - v² ആണ്. അപ്പോൾ u² - v², ഇതിൽ നമുക്ക് ഈ യുവിൻ്റെ വിൻ്റെ വാല്യൂസ് കൊടുത്തു നോക്കാം. അപ്പോൾ യു എന്ന് പറയുന്നത്, ഇനിഷ്യൽ പോയിന്റ് യു എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 4, 2² 4 ആവും. 0 കൊടുത്തു കഴിഞ്ഞാൽ 0, അപ്പോൾ 4. അടുത്തത് √5/2 കൊടുത്തു കഴിഞ്ഞാൽ, √5/2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5/2 കിട്ടും, മൈനസ് ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3/2 കിട്ടും, which is equal to 2/2, which is equal to 1. അപ്പോൾ നമ്മുടെ y റേഞ്ചസ് ഫ്രം 4 to 1 ആണ്. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, y 4 to 1 മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? Hence in the xy plane the image of S2 is the vertical line x equal to 4 from the point 4, 4 to 4, 1. അപ്പോൾ ഇതാണ് S2ൻ്റെ ഇമേജ്. അടുത്തത് S3ൻ്റെ ഇമേജ്. S3ൻ്റെ ഇമേജ് നോക്കാനായിട്ട് ഓൺ ദിസ് ബൗണ്ടറി u² - v² equal to 4. അപ്പോൾ ഇത് വൈൻ്റെ ഇക്വേഷനാണ്, ട്രാൻസ്ഫോർമേഷനിൽ വൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ സോ y equal to 1 എന്ന് കിട്ടി. ഇനി അതിൻ്റെ ബൗണ്ടറി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. As we move on this boundary from the point √5/2, √3/2 to 1, 0, ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ റേഞ്ച് ചെയ്യും? u² + v² ആണ് എക്സ്. അപ്പോൾ ആദ്യം എക്സിന് യു എന്ന് പറയുന്നത് 5/2 കൊടുക്കുമ്പോൾ, √5/2 കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 5/2 + v² എന്ന് പറയുമ്പോൾ 3/2. അപ്പോൾ 8/2 അല്ലേ? 8/2 which is equal to 2. ഇനി അടുത്ത 1, 0 കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 1² + 0². അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 തൊട്ട് 1 വരെ ആണ് റേഞ്ച് ചെയ്യുന്നത്. Indicates that x ranges from 8/2 4 to 1ലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ hence image of the region S is the triangular region. ഇപ്പം നമുക്ക് ലൈനാണ്, ഇപ്പം അല്ല ഇതിൻ്റെ S3ൻ്റെ ഇമേജ് പറഞ്ഞില്ല അല്ലേ? hence image of S3 is the horizontal line segment y equal to 1 from the point 4, 1 to 1, 1. അപ്പോൾ ഈ 3 ലൈൻ സെഗ്മെന്റുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. S1ൻ്റെ, S2ൻ്റെ, S3ൻ്റെ ഇമേജ്. XY പ്ലെയിൻ വരച്ചു. 1, 2, 2, 3, 4, 5. 1, 2, 3, 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് y equal to x എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് 1, 1 എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് 1, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. 4, 4 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ y equal to x എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കും. ഇതാണ് y equal to x എന്ന് പറഞ്ഞ ലൈൻ. 1, 1 എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് 4, 4 എന്ന് പറഞ്ഞ പോയിന്റ് വരെ. ഇതാണ് ഒരു ബൗണ്ടറി. അടുത്തത് S2ൻ്റെ ഇമേജ്. x equal to 4 എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ്. x equal to 4 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനാണ്. അത് എവിടം തൊട്ട് എവിടം വരെ വേണം? 4, 4 തൊട്ട് 4, 1 വരെ മതി. ഇതാണ് 4, 1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇവിടെ വരെ മതി. ഇതാണ് x equal to 4 എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ്. ഇനി അടുത്തത് S3ൻ്റെ ലൈൻ സെഗ്മെന്റ് ഏതാണ്? y equal to 1 എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ്. ഇതാണ് y equal to 1 എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ്. ഫ്രം 4, 1 to 1, 1 ആണ്. അപ്പോൾ ഇതാണ്
y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ്. അപ്പോൾ ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ് നമ്മുടെ റീജിയൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് R എന്ന് പറഞ്ഞ റീജിയൻ. അപ്പോൾ hence the image of the region H is the triangular region with the vertices 1 1 4 4 1 4 4. ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ചെയ്യാനുള്ളൂ.